ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്ക പ്രയോഗിച്ച ബങ്കർ ബസ്റ്റർ മിസൈലുകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ആ ഒരു മിസൈലുകളുടെ ആഘാതം, ഉം. ആ ആ മിസൈലുകൾ എന്താണ് ഒക്കെ ഒരു മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഉം. ശരിക്കും നമ്മുടെ ഭാരതത്തിലും ബങ്കർ ബസ്റ്റർ മിസൈലുകൾ നിർമ്മിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്താണ് ഇതിന്റെ ന്യൂസ്? ഇതിൻ്റെ ഒരു വൈദഗ്ധ്യമുള്ള ആളല്ല ഞാൻ, എങ്കിലും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ സാധാരണ നമ്മൾ ബോംബുകൾ ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ്, ഇത് ഉപരിതലം. ആ ഉപരിതലത്തിൽ മാത്രം പോയിട്ട് അതിന് മുകളിലുള്ള സ്ട്രക്ചേഴ്സ്, അതായത് കെട്ടിടങ്ങളൊക്കെ മനുഷ്യരെയൊക്കെ കൊല്ലുക ചെയ്യുന്നു. പക്ഷേ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂമിക്കടിയിലേക്ക് തുറന്നു. അതുകൊണ്ടാണ് ഈ ബസ്റ്റർ, ബങ്കർ എന്നീ വാക്കുകൾ ഉപയോഗിച്ചത്. B2 എന്നാണ് അതറിയപ്പെടുന്നത്. ഇത് ഉപരിതലത്തിൽ ഇപ്പോൾ പാറകളാണെങ്കിലും പർവ്വതങ്ങളായെങ്കിലും ഏത് തരത്തിലുള്ള സോളിഡായിട്ടുള്ള മണ്ണാണെങ്കിലും കട്ടിയുള്ള മണ്ണാണെങ്കിലും അത് തുളച്ചിട്ട് ഉള്ളിലേക്ക് ഈ ബോംബുകൾ പോകും. അവിടെ പോയിട്ട് വലിയ ഗർത്തങ്ങളുണ്ടാക്കും. ആ ഗർത്തങ്ങളുണ്ടാക്കി ആ ഗർത്തങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബോംബുകളെ അവ നശിപ്പിച്ച് കഴിയും. സ്ഫോടനത്തിലൂടെ ബസ്റ്റ് ചെയ്യുകയാണ്. ബസ്റ്റിങ്ങാണ്, ബ്ലാസ്റ്റാണ്. അങ്ങനെ നശിപ്പിച്ച് കളയും, അവയെ നിർവീര്യമാക്കി കളയും. ഇതാണ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും അടുത്ത ഒരു ഉദാഹരണം, ഇതിൻ്റെ ഓപ്പറേഷൻ നടന്നത്, ലോകത്തിൽ ആദ്യമായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്തത് അമേരിക്കയാണ്. അമേരിക്ക അത് ഇറാൻ്റെ ഫോർദോ മലനിരകളിലേക്കാണ് അയച്ചത്. ആ മലനിരകളിൽ കട്ടിപ്പാറയായിരുന്നു. പാറ, നല്ല ഉറപ്പുള്ള പാറ. 6 തവണ ആ പാറ തുളച്ച് 60 മീറ്റർ താഴത്തിലേക്ക് അത് പോയി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എന്തെന്ന് വെച്ചാൽ ഒരു വികരണവും ഉണ്ടായിട്ടില്ല, അതിനടിയിൽ ഒരു സ്ഫോടനവും ഉണ്ടായിട്ടില്ല. പാറ തുളച്ചത് മാത്രം, കുറച്ച് പാറക്കല്ലുകൾ കിട്ടി, അത് മാത്രമാണ് മിച്ചമായിട്ട് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ അവരുടെ യുറാനിയം ശേഷി നശിപ്പിച്ചു, അവരുടെ ആണവ ശേഷി നശിപ്പിച്ചു എന്നാണ് ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് യുദ്ധം നിർത്തിയതെന്നും പറയുന്നു. അത് നമുക്കറിയില്ല, അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരാൻ ഇനിയും മാസങ്ങളും കാലങ്ങളും ഒക്കെ എടുത്തെന്ന് വരാം. അതെന്തുമായിക്കോട്ടെ, ഇതപ്പാണ് കട്ടിംഗ് ദി എഡ്ജ് ടെക്നോളജി എന്ന് പറയുന്നത്. യുദ്ധത്തിൽ നമുക്ക് ജയിക്കണമെങ്കിൽ ഈ ഒരു സംവിധാനം വേണം. അതിനുമുമ്പ് ചരിത്രത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് പോയിട്ട് വരാം. നമ്മുടെ ഇന്ത്യ എന്തുകൊണ്ടാണ് മുഗൾ അധിനിവേശത്തിൽ പോയത് അറിയാമല്ലോ. അവർക്ക് സുപ്പീരിയറായിട്ടുള്ള കുതിരകളുണ്ടായിരുന്നു. നമ്മൾ കുതിരകളെ വളർത്തിയിരുന്നില്ല. ഇന്ത്യക്കാരെല്ലാം പശുവിനെയാണ് വളർത്തിയിരുന്നത്. യുദ്ധത്തിന് പകരം സമാധാനമാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. ഒരു രാജ്യവും പിടിച്ചടക്കാൻ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ കുതിരപ്പുറത്ത് സവാരി ചെയ്യാനും ഒക്കെ കഴിവുള്ള മുഗളന്മാരും അതിനു മുമ്പുള്ള മുസ്ലിം അധിനിവേശക്കാരും വന്നപ്പോൾ നമ്മുടെ രാജാക്കന്മാർക്ക് അവരുടെ മുമ്പിൽ തോൽക്കേണ്ടി വന്നു. എന്നിട്ട് ഈ മുഗളന്മാരെങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ തോറ്റത്, നിസ്സാരമായിട്ട് തോറ്റുപോയത്? കാരണം മുഗളന്മാരുടെ കയ്യിലില്ലാത്ത ഒന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്നു. അത് എന്തായിരുന്നു? വെടിമരുന്ന് കൊണ്ട് നിർമ്മിച്ച ആയുധങ്ങൾ. അത് ഈ പറയുന്ന ടാങ്കാവാം, അതുപോലെ തന്നെ ഈ തോക്കുകളാവാം. അങ്ങനെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ ക്രൂഡ് ഫോംസാണ് ആദ്യത്തെ ഫോംസ്, അത് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പേരെ ഒരേ സമയം കൊല്ലാൻ കഴിഞ്ഞുകൊണ്ട് അവർ ജയിച്ചു എന്ന് പറയുന്നത് പോലെ ഇനിയുള്ള യുദ്ധങ്ങളിൽ നമുക്ക് ജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കട്ടിംഗ് ദ എഡ്ജ് ടെക്നോളജിയിലുള്ള, സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജിയിലുള്ള ആയുധങ്ങൾ വേണം. അങ്ങനെയുള്ള ഒരു ആയുധമാണ് ഈ B2 ബോംബ് എന്ന് പറയുന്നത്. അമേരിക്കയുടേത് കടന്നു പോകുന്ന ആഴമെന്ന് പറഞ്ഞാൽ, താഴോട്ട് പോകുന്ന ദൂരമെന്ന് പറഞ്ഞാൽ 60 മീറ്റർ മാത്രമാണ്. അതേസമയം നമ്മളിപ്പോൾ വിഭാവന ചെയ്തിരിക്കുന്നത്, DRDO അതിൻ്റെ ഗവേഷണങ്ങൾ നടത്തുന്നതേ ഉള്ളൂ, അത് പോകാൻ സാധിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 100 മീറ്ററാണ്. 100 മീറ്റർ എന്ന് പറഞ്ഞാൽ 60 മീറ്റർ താഴെയുള്ളതിനെ നമുക്ക് നിസ്സാരമായിട്ട് നശിപ്പിച്ച് കളയാൻ പറ്റും. അങ്ങനെയുള്ളൊരു സംവിധാനമാണ് നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 100 മീറ്റർ വരെ ആഴത്തിലേക്ക് കടന്ന് സ്ഫോടനം നടത്തുന്ന പോർമുനയാണ് അത് ഉണ്ടായിരിക്കുക. മിസൈൽ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ സ്ഥാപിച്ചിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്ക് നശിപ്പിച്ച് കളയാൻ കഴിയും. ഇനി ഇതുകൂടാതെ ലക്ഷ്യത്തിൽ ഒരു നിശ്ചിത ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്ന, അതെല്ലാം പ്ലാൻ ചെയ്ത, പ്രോഗ്രാം ചെയ്താണ് വിടുന്നത്, പൊട്ടിത്തെറിക്കുന്ന എയർ ബസ്റ്റ് സംവിധാനം, എയർ ബസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ബങ്കർ ബോംബർ അല്ല, മറിച്ച് എയർ ബസ്റ്റ് എന്ന് പറയുന്ന സാധനം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിന് മിസൈലിൻ്റെ പോർമുനയുണ്ട്. അതിൻ്റെയും വികസിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ,
പ്രത്യേക ഒരു ദൂരത്തിലെത്തി കഴിയുമ്പോൾ അത് സ്വയം പൊട്ടിത്തെറിക്കും, ചാവേറിനെ പോലെ പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സമീപത്തുള്ള വാഹനങ്ങൾ, അതുപോലെ വ്യോമത്താവളങ്ങൾ ഉൾപ്പെടെ തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാം അത് നശിപ്പിച്ചു കളയും. ഇതുവരെ അത് പുതിയൊരു സംവിധാനം, ലോകത്ത് ഒരു രാജ്യത്തിനും ഇല്ലാത്ത സംവിധാനം. അങ്ങനൊരു സംവിധാനം കൂടി വികസിപ്പിച്ച് ശേഷി കൈവരിക്കാനുള്ള ഒരു ആലോചനയിലും പരീക്ഷണത്തിലുമാണ് നമ്മുടെ അഭിമാന സ്ഥാപനമായ DRDO. ഇതൊക്കെ വരുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ്റെ ആണവശേഖരം സൂക്ഷിച്ചിട്ടുള്ളത് ഇതുപോലെ ഇറാനിലെ പോലെ തന്നെ ഒരു കുന്നിൻ്റെ മുകളിലാണ്. കിരാന കുന്നുകൾ എന്നാണ് അതിൻ്റെ പേര്, കിരാന കുന്നുകൾ. ആ കിരാന കുന്നുകൾ നല്ല ഉറപ്പുള്ള പാറയാണ്, അത് നോക്കിയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിലുള്ള ഭൂഗർഭ ലക്ഷ്യങ്ങളെയും തകർക്കാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടിയാണ് നമ്മളിത് വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ആണവ വെല്ലുവിളി, അതാണ് മോദി പറഞ്ഞത്, ഈ ആണവ ഉണ്ടല്ലോ, ആ ഭീഷണി ഇനി ഞങ്ങളോട് വേണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാ, ഞങ്ങൾ നിങ്ങളുടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്തെത്തി അത് നശിപ്പിച്ച് ഞങ്ങൾ കഴിയും എന്ന് പറഞ്ഞാൽ, ഭൂഗർഭാവസ്ഥയിൽ തന്നെ ഞങ്ങൾ നിങ്ങളുടെ ആണവ ബോംബുകളെ നശിപ്പിച്ച് കളയും. അശ്വത്ഥാമാവ് ചെയ്ത പോലെ, അശ്വത്ഥാമാവ് എന്ന് വേണമെങ്കിൽ പേരിടാതെ, അത്തരം ഒരു സംവിധാനമാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. അത് പറഞ്ഞല്ല അദ്ദേഹം, അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. DRDO എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അത് തീർച്ചയായിട്ടും ഒരു വർഷത്തിനകം അത് പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ആണവ ഭീഷണിയിൽ നിന്ന് ഭാരതം തീർച്ചയായിട്ടും മുക്തമാവുകയും ചെയ്യും. അങ്ങനെയുള്ള ടെക്നോളജി വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ തവണ മന്ത്രിസഭാ യോഗം ചേർന്നിട്ട് നമ്മുടെ ഡിഫൻസ് ബജറ്റിന് കൂടുതൽ തുക കൊടുക്കുക എന്നുള്ളതിന് മന്ത്രിസഭ ഏകകണ്ഠമായിട്ട് അംഗീകാരം കൊടുത്തിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഡിഫൻസിൽ പ്രതിഫലിക്കും. ഇന്ത്യ കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്യും. ഒരു രാജ്യവും ഇന്ത്യയുടെ യുദ്ധത്തിന് വരുന്നില്ല. ആ അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിറ്ററൻസ് എന്ന് പറയുന്ന അവസ്ഥ കൈവരിക്കുക. വളരെ ആവശ്യമാണ്. നമ്മൾ ഇനി വരുന്ന തലമുറകളോട് ചെയ്യുന്ന നമ്മുടെ ബ്രഹ്മോസിന്റെ ഒരു ഇത് തന്നെ ലോകരാജ്യങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോലും അറിയില്ല നമ്മുടെ രാജ്യം എന്തൊക്കെയാണ് വികസിപ്പിക്കുന്നതെന്ന്. ശരിക്കും ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ രാജ്യം ഇത്രത്തോളം വികസിച്ചോ, ഇത്രയും പ്രതിരോധ ശേഷി ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇതിന് അടിക്കൂടെ ISR ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞര് നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇതിന്റെ അടുത്തടുത്ത അപ്ഡേഷൻസ് നടത്തിക്കൊണ്ടിരിക്കും. ഒരു പക്ഷെ അമേരിക്കയോടൊപ്പം തന്നെ ആണവായുധ നിർമ്മാണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാങ്കിലും, പക്ഷേ അമേരിക്കയോടൊപ്പം തന്നെ ആയുധ ബലത്തിൽ ഇന്ത്യ മുന്നേറുന്നു എന്നുള്ളൊരു കാര്യങ്ങളല്ലേ ഈ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ നിർമ്മിക്കുന്നതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇതിപ്പം ഇറാനിൽ ഇത്തരത്തിലുള്ള മിസൈൽ ബോംബറുകൾ പതിച്ചതുകൊണ്ടാണ് ഇതിനെപ്പറ്റി നമുക്കൊരു അറിവ് കിട്ടിയത്. അതുകൊണ്ടാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നത്. പക്ഷേ ഇത് ഇറാനിൽ അമേരിക്ക ഇടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നമ്മളുടെ അതിന്റെ അടുത്ത അപ്ഡേഷൻ നമ്മൾ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ അതിനേക്കാളും ഇരട്ടി ശക്തിയിൽ ആഞ്ഞടിക്കത്തക്ക എനിക്ക് തോന്നുന്നു 50-60 മീറ്ററാണ് ഇറാനിൽ പതിച്ചത് ആണവ നൽകി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് അതിനും കൂടുതൽ ദൂരത്തിൽ പതിക്കത്തക്ക രീതിയിലാണ് ഈ മിസൈലുകളുടെ രൂപകൽപ്പനയും ഇതിന്റെ നിർമ്മാണമൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷെ അമേരിക്കയെക്കാളും ഒരുപടി കൂടെ മുന്നേറുന്ന തരത്തിലാണ് നമ്മളുടെ ഓരോ ആയുധങ്ങൾ. അതാണ് ലേറ്റസ്റ്റ് ടെക്നോളജിയിലേക്ക് വരുമ്പോൾ കൂടുതൽ അടുത്ത ജനറേഷനാണല്ലോ വരുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗ്നി മിസൈലിന് സഞ്ചരിക്കാവുന്ന ദൂരം 7500 കിലോമീറ്ററാണ്. അമേരിക്കയിൽ വരെ ചെല്ലുന്ന തരത്തിലുള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അഥവാ ICBM ആണ് നമ്മൾ വികസിപ്പിച്ചിരിക്കുന്നത്. അതിന് വഹിക്കാൻ കഴിയുന്ന ശേഷി, അവിടെയാണ് നമ്മൾ അമേരിക്കയെ കടത്തി വെട്ടുന്നത്. അമേരിക്കയുടെ ഇത്തരം മിസൈലുകൾക്ക് വഹിക്കാൻ കഴിയുന്ന ഭാരത്തേക്കാൾ കൂടുതൽ 7500, അതായത് 2-3 ആനയുടെ ഭാരം വഹിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് നമ്മുടേത്. അമേരിക്കയ്ക്ക് അത്രയും ഭാരം വഹിക്കാനുള്ള ടെക്നോളജി ഇതുവരെ അഗ്നിയെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ബങ്കർ ബസ്റ്റർ മിസൈലുകൾ വരുന്നത്. പുതിയ ന്യൂ ജനറേഷൻ അഗ്നി മിസൈൽ. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ബസ്റ്റർ ബങ്കർ 100 എന്നുള്ളത് അടുത്ത ജനറേഷൻ വരുമ്പോഴത് 150-200 ആക്കി മാറ്റിക്കൊണ്ടേയിരിക്കണം. അതാണ് അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു വിദേശ അധിനിവേശത്തെയും ചെറുത്ത് നിർത്താൻ